സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മകളാണ് ബലിപെരുന്നാൾ ദിനം നമ്മളിൽ കൊണ്ടുവരുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സമർപ്പണം, ബീവി ഹാജറയുടെ സഹനം, ഒപ്പം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആത്മവീര്യം, ഇതെല്ലാം ഒത്തുചേർന്നതാണ് വിശുദ്ധമായ ബലിപെരുന്നാൾ നമ്മളിൽ നൽകുന്ന ഓർമ്മകൾ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറ്റവും സ്വന്തമെന്ന് കരുതുന്നതിനെ ദൈവത്തിൻ്റെ ആജ്ഞയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. വാർദ്ധക്യകാലത്ത് ലഭിച്ച പുത്രൻ ഏതൊരു പിതാവിൻ്റെയും ഏറ്റവും വലിയ സമ്പത്ത് അതാണല്ലോ. ഒരിക്കലും ഒരു കുഞ്ഞിക്കാൽ ലഭിക്കുകയില്ല എന്ന ആ ഒരു നൈരാശ്യവും പ്രതീക്ഷയില്ലായ്മയും അതിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് പ്രതീക്ഷകൾക്ക് അവിടെ വീര്യം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷകൾ വിടർന്നുകൊണ്ട് ദാമ്പത്യ വല്ലരി പൂത്തുലഞ്ഞത്. ഇസ്മായിൽ നബി എന്ന ആ കുഞ്ഞു സൗഭാഗ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ബീവി ഹാജറയുടെയും ഏറ്റവും വലിയ സമ്പാദ്യമായി കരുതിയിരുന്ന ആ ഒരു സമയം, അവിടെയാണ് ആ സമ്പാദ്യത്തെ ദൈവപ്രീതിക്ക് മുമ്പിൽ ബലിയെറുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന ആജ്ഞ ഉണ്ടാകുന്നത്. ആ ആജ്ഞയ്ക്ക് മുമ്പിൽ വിഷമിച്ച് നിൽക്കാനല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സന്നദ്ധമായത്. ആജ്ഞ എന്താണോ അത് നിറവേറ്റാൻ തയ്യാറാവുകയാണ് ചെയ്തത്. ഖുർആൻ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇസ്മായിൽ നബി പറയുന്നത്, യാ അബത്തിഫ് അൽ മാതു ഉമർ, പിതാവിനോട് പറയാണ്, പിതാവേ അങ്ങ് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് പ്രവർത്തിക്കുക എന്ന് ഇസ്മായിൽ നബി പറയുന്നത് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അത് 3 പേരുടേതുമാണ്. ഇബ്രാഹിം നബിയുടെ സമർപ്പണബോധം, ബീവി ഹാജറയുടെ സഹന ബുദ്ധി, എന്നതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആത്മവീര്യം, ഇതെല്ലാം കൂടിയതാണ് ബലിപെരുന്നാൾ. ആ ബലിപെരുന്നാളിൻ്റെ ഓർമ്മകൾ അത് ഓരോ വർഷവും മുസ്ലിം ലോകത്ത് കടന്നു വരുന്നു. വിശുദ്ധ ഹജ്ജ് മാസം ആണല്ലോ, ഹജ്ജിൻ്റെ ദിനങ്ങളുമായി ചേർന്ന് വരുന്നു ബലിപെരുന്നാൾ ദിനവും. ഇന്നിപ്പോൾ ബലിപെരുന്നാൾ ദിനമാണ്. ഇന്നലെ അറഫയായിരുന്നു. നമ്മൾ കേരളവുമായി തട്ടിച്ച് നോക്കുമ്പോൾ മിനിഞ്ഞാന്നായിരുന്നു അറഫ. അറഫയിൽ ലക്ഷോപലക്ഷം ആളുകൾ ഒരുമിച്ച് ചേർന്നു, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും. അവിടെ നിറവ്യത്യാസമില്ലാതെ, ഭാഷാവ്യത്യാസമില്ലാതെ, വസ്ത്രധാരണത്തിൽ ഒരേ വസ്ത്രം അല്ലെങ്കിൽ ഒരേ രൂപം കൈകൊണ്ടുകൊണ്ട്, എന്നതുപോലെ തന്നെ ഒരേ മന്ത്രം ഉരുവിട്ടുകൊണ്ട്, ഒരേപോലെ നിർമ്മിച്ചുണ്ടാക്കിയ തമ്പുകളിൽ അന്തി ഉറങ്ങിക്കൊണ്ട് വിശുദ്ധ അറഫ താഴ്വര, ആ താഴ്വരയിലെ വെയിലും ചൂടും ഒരേപോലെ അനുഭവിച്ചുകൊണ്ട് ലക്ഷോപലക്ഷം സഹോദരന്മാർ അവിടെ ഒരുമിച്ച് ചേർന്നു എന്നുള്ളതാണ്. അതെന്തിനു വേണ്ടിയായിരുന്നു? ദൈവത്തിന് മുമ്പിലുള്ള സമർപ്പണമാണ്. എല്ലാ വ്യത്യസ്തതകൾക്കും അതീതമായി ദൈവിക കൽപ്പനയ്ക്ക് മുമ്പിൽ എല്ലാവരും ഒന്നാണ് എന്ന പ്രഖ്യാപനമാണ്. ഹജ്ജ് ഒരു സുഖമുള്ള അനുഭൂതിയായിട്ടല്ല ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. ഏത് രാജാവും ഏത് സാധാരണക്കാരനും അതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. നിന്നും നടന്നും ഓടിയും ചിലപ്പോൾ ദീർഘദൂരം സഞ്ചരിച്ചും ഒക്കെ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് നമുക്ക് ചെല്ലേണ്ടതുണ്ട്. വാഹന സൗകര്യങ്ങളൊക്കെ നിർബാധമുണ്ട്, പക്ഷേ പലപ്പോഴും അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല.
തൊട്ടടുത്തായിരിക്കാം ചിലപ്പോൾ താമസ സ്ഥലങ്ങൾ, പക്ഷേ വലിയ ആൾക്കൂട്ടത്തിന് മുമ്പിൽ അതൊക്കെ തന്നെ നിരർത്ഥകമാകുന്നു എന്നുള്ളതാണ്. ഒരടി മുന്നോട്ട് വെക്കാൻ പോലും ഒരുപാട് പേരെ തിക്കിത്തള്ളേണ്ട ഒരവസരം പോലും ഹജ്ജിന് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതൊന്നും അവിടെ നമ്മെ വേദനിപ്പിക്കാറില്ല. പക്ഷേ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രയാണത്തിലെ ബിന്ദുവായി അലിഞ്ഞു ചേരുമ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമ്മളറിയാതെ തന്നെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമർപ്പണത്തിൻ്റെ ബുദ്ധി, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാണല്ലോ നമ്മൾ പുണ്യഭൂമിയിൽ എത്തുന്നത്. ആ കൽപ്പന ഏറ്റവും വലിയൊരു അനുഗ്രഹമാകുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലൂടെ ഉള്ള സഞ്ചാരത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളുണ്ടാകും. അരുതാത്തതിലേക്ക് കണ്ണും മനസ്സും ശരീരവും ചെന്ന് ചേർന്നിട്ടുണ്ടാകും. പക്ഷെ അതിനെല്ലാം ദൈവം നമുക്ക് നൽകുന്നൊരു പ്രതിവിധി, അവൻ്റെ പൊറുക്കൽ, അവൻ നമുക്ക് പൊറുത്തു തരുന്നു എന്നുള്ള ആ വലിയ ബോധം, പൊറുക്കാനുള്ള അവൻ്റെ മനസ്സ്, ആ മനസ്സ് ഏറ്റവും വിശാലമായ രീതിയിൽ ഒരു തണലായി വർഷിക്കുന്ന വേളകളാണ് ഹജ്ജിൻ്റെ വേളകൾ. അത് അറഫയിലായാലും മിനയിലായാലും മുസ്ദലിഫയിലായാലും വിശുദ്ധ ഹറം ഷരീഫിൻ്റെ പരിസരങ്ങളിലായാലും മത്താഫിലായാലും സൈ നിർവഹിക്കുന്ന സഫാ മർവയുടെ ഇടയിലായാലും സഫാ മർവ കുന്നുകളിലായാലും അതൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ അവൻ നൽകുന്ന ഇസ്തിഗ്ഫാറിൻ്റെ വലിയ തണലാണ് നമുക്കതിലൂടെയൊക്കെ തന്നെ ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു വിശ്വാസിക്ക് അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. ദൈവത്തിലേക്ക് നമ്മൾ എത്തുന്നു, ദൈവത്തിലേക്ക് നമ്മൾ സ്വയം അടുക്കുന്നു എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ദൈവം അതിലും വേഗതയിൽ നമ്മളിലേക്ക് അടുക്കുന്നു എന്നുള്ള സന്ദേശം അത് പരിശുദ്ധ ഹജ്ജ് നമുക്ക് ഹജ്ജിൻ്റെ ഓരോ വേളകളിലും അത് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ ആ ഹജ്ജ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകളാണ്, അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ബലിപെരുന്നാളും ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഘോഷം എന്നുള്ളത് അത് കേവലം സുഖലോലുപതയുടെ ഒരു ആഘോഷമായിട്ടല്ല നമ്മൾ അതിനെ കാണേണ്ടത്. മറിച്ച് ഇബ്രാഹിം നബിയും ബീവി ഹാജറ റളിയല്ലാഹു അൻഹയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഇവരെല്ലാവരും നമുക്ക് കാഴ്ചവെച്ച അവരുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്ന ത്യാഗത്തിൻ്റെ ഓർമ്മകളാണ് ബലിപെരുന്നാൾ ദിനങ്ങളിൽ നമുക്കും നമ്മുടെ മനസ്സുകളിലും കടന്നു വരേണ്ടത്. ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടാണ്, മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൻ്റെ സൂക്ഷിപ്പായിട്ട് നമുക്ക് ബലിപെരുന്നാളിനെയും അതുപോലെ തന്നെ മുൻപ് കഴിഞ്ഞ ചെറിയ പെരുന്നാളിനെയും ഒക്കെ തന്നെ ആ ഒരു സൂക്ഷിപ്പായിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ ബലിപെരുന്നാൾ ദിനത്തിലും നമ്മൾ ചേർന്നിരുന്നുകൊണ്ട് പരസ്പരം ആഹാരം പങ്കുവെച്ചുകൊണ്ട് പരസ്പരം സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് പരസ്പര ബഹുമാനം, ബഹുസ്വരതയുടെ, സഹവർത്തിത്വത്തിൻ്റെ ആ നല്ല കാഴ്ചകൾ അതൊന്നുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഈ പെരുന്നാളിനെ ആഘോഷിക്കേണ്ടത്. നമുക്കിവിടെ ആഘോഷിക്കാൻ കഴിയുമ്പോഴും പലപ്പോഴും ഈ ആഘോഷത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായി മറ്റു ചില സംസ്ഥാനങ്ങളിൽ അവിടെ മദ്രസകൾ ഇടിച്ചു നിരത്തുന്നു, പള്ളികൾ ഇടിച്ചു നിരത്തുന്നു, ബലിയെറുക്കാനുള്ള ബലിമൃഗങ്ങളെ അവരവിടെ ഇല്ലാതാക്കുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ, സ്ലോട്ടർ ഹൗസുകൾ ഇല്ലാതാക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതിനെയൊക്കെ തന്നെ ക്ഷമാപൂർവ്വം നമ്മൾ നേരിടുക. നിയമപരമായിട്ട് നമുക്കത് നേരിടാൻ കഴിയും. വാദപ്രതിവാദങ്ങളിലൂടെ നിയമവേദികളിൽ അതിനെ നേരിട്ടുകൊണ്ട് നമുക്ക് നീതി ഉറപ്പുവരുത്താൻ കഴിയും. പ്രതീക്ഷയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്തും ആയുധവും. ആ പ്രതീക്ഷയെ കൈവിടാതെ നമ്മൾ സഹനം കൈവരിച്ചുകൊണ്ടും
ഈ പെരുന്നാൾ ദിനവും അതിനുശേഷം വരുന്ന നമ്മുടെ ജീവിതത്തിലും ആ ഒരു സാധനത്തിൻ്റെ സന്ദേശം ഊട്ടിയുറപ്പിക്കുകയാണ് നമുക്ക് വേണ്ടത്. ഒപ്പം സഹവർത്തിത്വവും സ്നേഹവും സാഹോദര്യവും സമത്വബോധവും അതും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ പെരുന്നാൾ ദിനത്തെ ധന്യമാക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ബലിപെരുന്നാൾ ആശംസകൾ സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.